ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ്സുകാരൻ ഹണി റോസ് എന്ന സിനിമാ നടിയെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പിന്തുടർന്ന് അപമാനിച്ചു എന്നുള്ള കുറ്റത്തിനാൽ ഹണി റോസ് എന്ന നടി കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ജയിലിലായിരിക്കുന്നു. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ച ഒരു വാർത്തയാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം കൊണ്ട് ഞാനിതിനെ കേട്ട് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ സ്ത്രീ സമൂഹത്തോടും പുരുഷ സമൂഹത്തോടും പറയാതിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളിത് ഏത് അടിസ്ഥാനത്തിൽ നിന്ന് ചോദിച്ചാലും യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകണം, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കരുത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വയ്ക്കരുത്, തണ്ടിന്മേലെത്ര വയ്ക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ സമൂഹത്തോടൊരു നീതി പുലർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് ഗ്രഹിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ലോകത്തിൽ വെളിച്ചമാകേണ്ട പലരും ഓടി ഒളിച്ച് മുറിക്കകത്തിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്കിതിനോടുള്ള ഒരു തിരിച്ചറിവിൻ്റെ കുറവായിരിക്കാൻ കാരണം ഞാനത് വിടുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത്രയും വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി തീരുമ്പോൾ ഇത് പൊതുസമൂഹം മൊത്തം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, കുഞ്ഞുകുട്ടികൾ മൊത്തം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, വരും തലമുറകൾ ഇതെല്ലാം കേൾക്കുകയാണ്. ഇത് ശരിയേതാണ് തെറ്റേതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വെളിച്ചം നമുക്കില്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ എനിക്ക് അപമാനമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്ത്രീ സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം, പുരുഷ സമൂഹം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ പിൻപിലൊരു മാനസികാവസ്ഥ ഉണ്ട്. ഇതാരും തിരിച്ചറിയുന്നില്ല. സ്ത്രീ മനഃശാസ്ത്രം, സ്ത്രീ സൈക്കോളജി പുരുഷനും, പുരുഷ സൈക്കോളജി സ്ത്രീയും മനസ്സിലാക്കിയാൽ ഇതിനകത്ത് ഒരു വിഷയങ്ങളുമില്ല. അതായത് സ്ത്രീയെക്കുറിച്ച് പുരുഷനും പുരുഷൻ്റെ മനഃശാസ്ത്രവും കുറിച്ച് സ്ത്രീയും തിരിച്ചറിയുമെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് മേഖലകളാണ്. 20 വർഷം കൊണ്ട് സഹപ്രവർത്തനം നടത്തുന്ന എനിക്ക് ഞാൻ സ്ത്രീകളുമായിട്ടുള്ള എത്രയോ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. എനിക്കൊരുപാട് പാഠങ്ങൾ വരെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടപെടുമ്പോൾ സൂക്ഷിക്കണമെന്നുള്ള പാഠങ്ങൾ വരെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യം സൈക്കോളജിക്കലി സ്ത്രീയുടെ മനസ്സ് എന്താണ്, പുരുഷൻ്റെ മനസ്സെന്താണ്. അപ്പോൾ രണ്ടുപേരും ഇത് മനസ്സിലാക്കിയിരുന്നാൽ കുടുംബത്തിൽ വിഷയങ്ങളില്ല, സമൂഹത്തിൽ വിഷയങ്ങളില്ല, സഭകളിൽ വിഷയങ്ങളില്ല. അങ്ങനെ സഭകളിൽ പോലും വിഷയങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയേണ്ട കാര്യമില്ല. സ്ത്രീ സൈക്കോളജിയിൽ കുറിച്ച് പുരുഷന്മാരറിയേണ്ട കാര്യം, സ്ത്രീകൾക്ക് സഹാനുഭൂതിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. സുഖദുഃഖങ്ങളിൽ അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ മേൽ അവർക്കൊരു ഭയങ്കര ഇഷ്ടമുണ്ടാകാറുണ്ട്. പക്വതയുള്ളവരെ വളരെ ഇഷ്ടമാണ്. എടുത്തു ചാടാതെ ആവേശം കാണിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരോട് അവർക്കൊരു സിമ്പതി അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നാറുണ്ട്. അതുപോലെ തന്നെ സുരക്ഷിതത്വം, അവരെ സംരക്ഷിക്കുന്നവരെ കെയർ കൊടുക്കുന്നവരോട് അവർക്കൊരിഷ്ടം തോന്നാറുണ്ട്. സംസാരപ്രിയരെ ഇഷ്ടമാണ്, തമാശ പറയുന്നവരെ വളരെ ഇഷ്ടമാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. സ്ത്രീകൾ ഏറ്റവും വെറുക്കുന്നതാര്? സ്ത്രീ മനസ്സു ലോലമാണ്. സ്ത്രീകൾ ഏറ്റവും അധികം വെറുക്കുന്നത് തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പരിഹസിക്കുക, തന്നെ കുറ്റപ്പെടുത്തുക, തന്നെ പൊതുവിലൊരു പരിഹാസ വിഷയമാക്കുക, ഇൻസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ്റെ മരണം വരെ സ്ത്രീകൾ ആഗ്രഹിക്കാം. കാരണം അപ്പോൾ കേട്ട് ചിരിച്ച് കൂടെ നിന്ന് പോകുന്നതായിട്ട് തോന്നും. എനിക്ക് എത്രയോ അനുഭവങ്ങൾ ഈ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. വീട്ടിൽ ചെന്നിരുന്ന് ചിന്തിച്ച് വിചാരപ്പെട്ട് അവരൊരു മേഖലയിലെത്തും. ഒന്നുകിൽ ഒതുങ്ങി അവസാനം ആഹാരം പോലും കഴിക്കാതെ പട്ടിണി കിടന്നൊരു പ്രത്യേക ലെവലിലെത്തും. മാനസിക നിലവര തെറ്റാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിന്തിച്ച് അതിനോട് പ്രതികരിച്ച് അതിൻ്റെ ഫൈനൽ കാണാതെ ഉറങ്ങുകയില്ല. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇത് ഞാൻ പറയുന്നത് കൊണ്ട് മാത്രമല്ല, സൈക്കോളജി, സ്ത്രീ മനഃശാസ്ത്രം പുരുഷന്മാർ പഠിച്ചാൽ ഇത് മനസ്സിലാകും. അപ്പോൾ ഇതിനകത്തൊരു സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായിട്ടൊരു വിഷയം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ക്ഷമ പറഞ്ഞെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും തീരെയില്ല. മനസ്സിനകത്ത് മനസ്സിലാവുന്നുണ്ട്. അതിന് ഇത് കിട്ടുന്നത് വരെ ഇത് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഈ സഹോദരി ഈ വിഷയത്തിലുള്ള സഹോദരിയെ കുറ്റം പറയുന്നതിൽ ഇല്ല. പുരുഷന്മാർ മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കുന്നില്ല.
മനസ്സിലാണ്ട, നിൻ്റെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തട്ടെ, വല്ലതും ഗോതയ്ക്ക് പാട്ടെന്ന പോലെ കയറി ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് അത് സ്ത്രീക്ക് എങ്ങനെ വേദനിക്കും, അവളതിനും എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പഠിച്ചിരിക്കണം ബോബി ചെമ്മണ്ണൂറിനെ പോലുള്ളവർ. അല്ലാതെ നമ്മൾ കുറേ പൈസ ഉണ്ടതുകൊണ്ടോ കുറേ വിദ്യാഭ്യാസം നേടിയതുകൊണ്ടോ കുറേ കാര്യങ്ങളുണ്ടോ ഇതൊന്നും മനസ്സിൽ കാര്യമില്ല. നമ്മൾ ക്രിസ്തു പറഞ്ഞ മനസ്സിലാവും, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമുക്ക് ജ്ഞാനം ഉണ്ടെങ്കിൽ ആ ജ്ഞാനം മറ്റുള്ളവർക്ക് വെളിച്ചമാക്കണം. ഇനി ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ, സൗന്ദര്യത്തെക്കുറിച്ചോ പരിഹസിക്കുന്നത്, കുറ്റപ്പെടുന്നത്, ഇൻസൾട്ട് ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഭയങ്കര വിഷയമാണ്. പക്ഷേ പുരുഷന്മാർക്കിത് വലിയ വിഷയമല്ല. ഇനിയിപ്പോൾ മറ്റു പുരുഷന്മാരെ കാര്യം അറിയേണ്ട, എൻ്റെ കാര്യം ഞാൻ പറയാം. ഇതൊക്കെ എനിക്ക് ചേമ്പലയിൽ വെള്ളം വീണതുപോലെയാണ്. അതായത് നമുക്കതൊരു വിഷയമായിട്ട് തോന്നിയാൽ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ മസിൽ പിടിച്ചുള്ള മോഹങ്ങൾ പറയുന്നവർ, എൻ്റെ ബോഡിയെക്കുറിച്ച് പറയുന്നവർ പലരുമുണ്ട്. ഇതൊക്കെ കണ്ട് അവരും ഒരു നെഗറ്റീവ് നീ ആരുടെ എന്ന് ചോദിക്കാൻ പോലും നമുക്ക് തോന്നുന്നില്ല. കാര്യം ശരീരം സംബന്ധിച്ച് കുറ്റം പറഞ്ഞാൽ എനിക്ക് ഇൻസൾട്ടാകുന്നില്ല, ഫീലാകുന്നില്ല. പേര് പറഞ്ഞാൽ ഇൻസൾട്ട് ആകുന്നില്ല. ഇനി അപ്പൻ്റെ പേര് വിളിച്ചോ അമ്മയുടെ പേര് വിളിച്ചോ പറഞ്ഞാൽ പോലും ഞാൻ ഇതിനൊന്നും പ്രതികരിക്കാൻ പോകില്ല. കാരണം ഒരുപക്ഷെ പുരുഷ മനഃശാസ്ത്രപ്രകാരം സൃഷ്ടിപ്പ് മുതൽ എനിക്കുണ്ടായ ചില കാര്യങ്ങളായിരിക്കാം. അപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സ്ത്രീയുടെ കുറ്റമല്ല, മനഃശാസ്ത്രപരമായ കാര്യമാണ്. ചിലർ പ്രതികരിക്കുന്നു, ചിലർ ഒളിച്ചോടി ഒതുങ്ങി ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതിന് കഴിയണം. അതുകൊണ്ട് ശരിയായി നമ്മൾ ഈ ഒരു കാര്യത്തിൽ വളരെയധികം സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി സ്ത്രീകൾ പുരുഷന്മാരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, നന്നായി അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കുടുംബത്തിൽ പുരുഷന്മാരുണ്ട്, നിങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ പുരുഷന്മാരുണ്ട്, അതേപോലെ നിങ്ങളെ മക്കൾ നാളെ വളർന്ന് പുരുഷന്മാരാകും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾ മനസ്സിലാക്കണം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരോട് പറയാൻ, സ്ത്രീ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പുരുഷന്മാരുടെ കണ്ണ് വില്ലനാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതാണ് കുഴപ്പമെങ്കിൽ സൈക്കോളജിസ്റ്റുകളോട് നിങ്ങൾ ചോദിക്കുക. പുരുഷന്മാരുടെ കണ്ണും സ്ത്രീകളുടെ ശരീരവും ഇത് തമ്മിൽ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവിൻ്റെ കുറവുള്ള കാലത്തോളം ഇനി ഇത് പോരാടും. അപ്പോൾ ബൈബിളിൽ മത്തായി സുവിശേഷം 6:22 ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. അതായത് പുരുഷന്മാർ കണ്ണുകൾ ചൊവ്വാക്കണം. പുരുഷ സൈക്കോളജി അനുസരിച്ച് പുരുഷൻ കണ്ണ് പതിപ്പിക്കുന്നത് സ്ത്രീ ശരീരങ്ങളിലാണ് കൂടുതൽ. അപ്പോൾ ആ കണ്ണ് ചൊവ്വില്ല എങ്കിൽ ആ കണ്ണിനെ ചൂന്നെടുത്തെറിയണം. കൈ ചൊവ്വില്ല എങ്കിൽ വെട്ടിക്കളയണമെന്നാണ് യേശുവിൻ്റെ പഠിപ്പിക്കൽ ഗിരിപ്രഭാഷണത്തിലുണ്ട്. സഭാപ്രസംഗിയിൽ ശലോമോൻ പറയുന്നത്, എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല. കണ്ണിൻ്റെ അപകട മേഖലകൾ തനിക്കെന്തുമാത്രം ഈ ശലോമോൻ്റെ കണ്ണ് തനിക്ക് വിന വരുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചു നോക്ക്. ഇയ്യോബ് 3:1 ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, ഞാൻ പിന്നെ കന്യകയെ നോക്കുന്നത് എങ്ങനെ? കണ്ണുമായി ഒരു നിയമം ദൈവത്തോട് വച്ചു, ഒരു രൂപാന്തരം, ഒരു മാനസാന്തരം, ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ കേരളക്കരയിലെ പുരുഷന്മാർക്ക് ആ ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ ദൈവീക ബന്ധമാഴത്തിൽ വേണം. കുറേ കൈയടിച്ചതുകൊണ്ടോ, കുറേ അല്ലേലേ പറഞ്ഞുകൊണ്ടോ, കുറേ അന്യഭാഷ പറഞ്ഞുകൊണ്ട്, രാവിലെ വൈകുന്നേരം 24 മണിക്ക് പള്ളി ചെന്ന് കിടന്നുകൊണ്ട് ഒന്നും കിട്ടുന്ന ഒന്നല്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവനിതിന് ഇന്ദ്രിയ ജയം ഉണ്ടാക്കാൻ മാത്രമേ കഴിയൂ. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ കന്യയെ നോക്കുന്നത് എങ്ങനെ? അപ്പോൾ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, പുരുഷൻ്റെ കണ്ണ് കുഴപ്പം നിറഞ്ഞ ഒന്നാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ മാന്യമായ വസ്ത്രം നിങ്ങൾ ധരിക്കണമെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഞാനിടയ്ക്ക് ഒരു സഹോദരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടോ, ഒരു സ്ത്രീ തന്നെ പറയുകയാണ്, ആണെങ്കിൽ ഞാൻ അതിനെ നിങ്ങൾ വേണമെങ്കിൽ കേൾപ്പിക്കാം. അത് കേൾപ്പിച്ചില്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കും. ആ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു സിനിമ നടി ആരോ ആകട്ടെ, ഒരു പോസ്റ്റ് ഇടുമ്പോൾ അവർ യഥാർത്ഥത്തിൽ പിന്നെ ശരിയായ ലെവലിലുള്ള പോസ്റ്റുകളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഒരു പരസ്യ എവിടെയെങ്കിലും ഒരു ഉദ്ഘാടനത്തിനോ മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അത് റീൽസിൽ കിടക്കുന്നതെല്ലാം ഒരു വെറൈറ്റി ആംഗിളിലുള്ളതാണ്. ഈ ആംഗിളുകളിൽ ഈ പിക്ചർ എടുക്കുന്നത് ആര്? പെൺകുട്ടികളാണോ? സ്ത്രീകളാണോ? ടീനേജ് പയ്യന്മാർ, യുവാക്കന്മാരുമാണ്. അവരുടെ കണ്ണുകൾ പതിയുന്ന സ്ഥലം തിരിച്ചറിയുവാൻ സ്ത്രീ സമൂഹത്തിന് കഴിയണം.
നിങ്ങൾക്ക് പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പലതും നാളെ നമ്മൾ കണ്ടു ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട്. ആ വസ്ത്രം വേറൊരാളിന് ബുദ്ധിമുട്ടാകാതെ വണ്ണം ധരിക്കുന്നതിൽ തെറ്റെന്താണ്? അതുകൊണ്ട് കട്ടി കുറഞ്ഞ വസ്ത്രങ്ങളും ശരീരത്തിലെ ഭാഗങ്ങളെ പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങളും ഒന്നും ഒഴിവാക്കിയാൽ ഈ ആംഗിളിലുള്ള ഫോട്ടോ, ഒരു വെറൈറ്റി ആംഗിളിലുള്ള റീൽസുകൾ കിടപ്പുണ്ട്. ഇതാരെടുക്കുന്നത്? കണ്ണാണ് എടുക്കുന്നത്. കണ്ണ്. ആ കണ്ണിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യട്ടോ. ചെയ്താൽ മനസ്സിലാവുകൊണ്ട് ആ കണ്ണിൻ്റെ സൈക്കോളജിക്കലി വശം മനസ്സിലാക്കാത്തത്. നിങ്ങളുടെ സൈക്കോളജിക്കലി വശങ്ങൾ മനസ്സിലാക്കി, ഞാൻ സഭ നടത്തുന്ന ഒരാളാണ്, സ്ത്രീകളുടെ സൈക്കോളജിക്കൽ വശങ്ങൾ മനസ്സിലാക്കി കുടുംബം നടത്തുന്ന ആളാണ്. എനിക്ക് ഭാര്യയുണ്ട്. ഇന്ന് വരെ പിണങ്ങുകയോ തമ്മിലടിയോ ഉണ്ടായിട്ടില്ല. കാര്യം സൈക്കോളജിക്കലി എൻ്റെ ഭാര്യയുടെ മനഃശാസ്ത്രം എല്ലാ സ്ത്രീകളൊന്ന് പഠിക്കുന്നത് പോലെ ഞാൻ പഠിച്ചിട്ടുണ്ട്. സഭയിലെ വിശ്വാസികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുപോലെ എന്തുകൊണ്ട് സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് ഒരു മാന്യമായ വസ്ത്രം ധരിക്കാൻ പറഞ്ഞുകൂടാ? ബോഡി പ്രദർശന വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞുകൂടാ? നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കരുതെന്നോ പോകരുതെന്നല്ല. സിനിമയിൽ തന്നെ എത്രയോ പേരുണ്ട്. ഇന്ന് ന്യൂ ജനറേഷനിൽ തന്നെ ഒരു വിധത്തിലും വാരവായും തുറപ്പിക്കാത്ത നല്ല നടിമാരുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഇന്ന് വരെ ഗുരുത്തരെയും വായ തുറപ്പിക്കാത്ത അല്പം പ്രായം ചെന്ന നടിമാരുണ്ട്. അവരൊക്കെ ഇൻ്റർവ്യൂ ഞാൻ കേൾക്കുമ്പോൾ സിനിമയിൽ തന്നെ അങ്ങനെ ഒരുപാടുണ്ട്. സിനിമയിൽ തന്നെ ന്യൂ ജനറേഷനിൽ അങ്ങനെ ഇതുവരെ പേരുദോഷം കേൾപ്പിക്കാത്തവരുണ്ട്. അപ്പം എന്തുകൊണ്ട് ചിലത് കേൾപ്പിക്കുന്നു? അപ്പം പുരുഷ സൈക്കോളജി എന്താണെന്ന് സ്ത്രീ മനസ്സിലാക്കി വസ്ത്രം ധരിച്ചാൽ പോരെ? എന്നെ കേൾക്കുന്നവർ, ഞാൻ സഹോദരിമാരോട് പറയുന്നു, സദൃശവാക്യം 6:27, മനുഷ്യന് തൻ്റെ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? വസ്ത്രം ഒരിടത്തിരിപ്പുണ്ട്, തീ ഒരിടത്തിരിപ്പുണ്ട്. രണ്ടും കൂട്ടി യോജിക്കുമ്പോൾ കത്തിപ്പിടിക്കും. പുരുഷൻ ഒരിടത്തിരിപ്പുണ്ട്, സ്ത്രീ ഇരിപ്പുണ്ട്. രണ്ടുപേരും തമ്മിൽ പരിശോധിച്ചും മാനസിക നിലവാരങ്ങളെ മനസ്സിലാക്കി കണ്ടുപോയാൽ തീ കത്തുകയില്ല, അവിടെ കലഹങ്ങളുണ്ടാവുകയില്ല, മുൻപോട്ട് പോകാൻ കഴിയും. തീ കൊണ്ടുവരാമോ? ഒരു കാര്യം പറയും, ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്കിതിനുള്ള കൺട്രോളൊക്കെ നിങ്ങൾ പ്രാപിച്ചവരാണോ? മനസ്സിലാവുന്നുണ്ടോ? ഞാനും യൗവനക്കാരനായിരുന്നു, ബാലനായിരുന്നു, ടീനേജറിന് യൗവനക്കാരനായിരുന്നു. നമ്മളെല്ലാം ഒരു കടമ്പകളിലൂടെ പഠിച്ചിട്ട് സമൂഹത്തിന് കൊടുക്കുന്ന വെളിച്ചമാണ്. തികഞ്ഞവനെന്ന് പറയുകയല്ല. സ്ത്രീ സൈക്കോളജി പുരുഷനും, പുരുഷ സൈക്കോളജി സ്ത്രീയും ഈ വിഷയം സംബന്ധിച്ച് പഠിക്കുക. വേറെ ഒരുപാട് ഉണ്ട്. ഞാൻ ഈ വിഷയത്തിൽ ഊന്നി പറയുന്ന സ്ത്രീ സമൂഹത്തോടും പുരുഷ സമൂഹത്തോടും നമ്മൾ ഇതിനെ യോജിച്ച് മുമ്പോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.